നമസ്കാരം ഗൈസ്, നമ്മളിന്ന് സാമ്പാർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്, സാമ്പാർ പരിപ്പ്, ഫെനുഗ്രീക്ക് പൗഡർ, ഉലുവാപ്പൊടി, പിന്നെ കായം, കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി, പിന്നെ കടുക്, പിന്നെ മല്ലിയില, പുളി, കറിവേപ്പില, സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസായ ടൊമാറ്റോസ്, കുക്കുംബർ, വെള്ളരിക്ക, ഡ്രം സ്റ്റിക്ക്, ബ്രിഞ്ചാൾ, ചെറിയ ഉള്ളി എക്സെട്ര, പിന്നെ ലേഡീസ് ഫിംഗർ. ആദ്യം നമ്മൾ പ്രഷർ കുക്കറിലേക്ക് സാമ്പാർ പരിപ്പും അതോടൊപ്പം തന്നെ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ നമ്മുടെ വെജിറ്റബിൾസായ ടൊമാറ്റോസും വേണമെങ്കിൽ ക്യാരറ്റ്സും ബാക്കിയുള്ള ഡ്രം സ്റ്റിക്കും ബ്രിഞ്ചാളും സ്മാൾ ഓണിയൻസെല്ലാം ഇട്ട് വയ്ക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് പുളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിലിങ്ങനെ പിഴിഞ്ഞ് പുളിയുടെ വെള്ളം പുളിയുടെ കഷ്ണമാവാതെ വെജിറ്റബിൾസിൻ്റെ കൂടെ ഒഴിക്കുക. ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1/2 ടീസ്പൂൺ ഉപ്പിടുക, 1 ടീസ്പൂൺ ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക, 1 ടീസ്പൂണോ ആവശ്യത്തിന് മുളക് പൊടി ഇടുക, ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടുക, ആവശ്യത്തിന് എക്സ്ട്രാ ഫ്ലവർ ഇടുക, കായ ഇടുക, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പുളിയുടെ വെള്ളം കൂടാതെ നോക്കുക. കാരണം വെച്ചാൽ അല്ലെങ്കിൽ പുളി കൂടുതലായിരിക്കും. അതുകൊണ്ട് പുളി ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതിയാകും. ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതേ ഇതിൽ തന്നെ വേറൊരു പ്ലേറ്റിൽ സാമ്പാർ പരിപ്പ് കുറച്ച് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് സാമ്പാർ പരിപ്പ് കുറച്ച് വെള്ളത്തിൽ വയ്ക്കുക. എന്നിട്ട് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാൻ വയ്ക്കുക. ഒരു 2 വിസിൽ കേട്ടതിന് ശേഷം 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എടുക്കുക. വെജിറ്റബിൾസ് പ്രഷർ കുക്കറിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. വെജിറ്റബിൾസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. കയ്പുള്ളതൊന്ന് സൂക്ഷിക്കുക.
അതിനുശേഷം ലേഡീസ് ഫിംഗർ അതിലേക്ക് ഇടുക. ലേഡീസ് ഫിംഗർ നമ്മൾ ആദ്യം ഇടാത്തതിന് കാരണം അതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സായി പോവും. മീൻസ് അത് അതിൻ്റെ തൊലിയെല്ലാം കൂടെ മിക്സായി പോവും. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഇടുന്നത്. ലേഡീസ് ഫിംഗർ ഇട്ടതിന് ശേഷം സാമ്പാർ പരിപ്പ് മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ആ പേസ്റ്റ് നമ്മുടെ സാമ്പാർ വെജിറ്റബിൾസിലേക്ക് അതിലേക്ക് വയ്ക്കുക. കുറച്ച് നേരം ബേണറിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും തിളച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. വേറൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മസ്റ്റാർഡ് സീഡ്സ് കടുക് ഇടുക. തിളച്ച് വരുമ്പോഴത്തേക്ക് കറി ലീവ്സ് ഇടുക. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓണിയൻസ്, ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കറി ലീവ്സ് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അതെടുത്ത് നമ്മുടെ സാമ്പാർ കറിയിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ തയ്യാറായി കഴിഞ്ഞു. Thank you for watching guys. Please do subscribe and like.